ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് പേഴ്സണൽ പ്രൊനോമനാണ്. നമ്മൾ നേരത്തെ തന്നെ നോമിനാറ്റീവിൻ്റെ പേഴ്സണൽ പ്രൊനോമൻ നോക്കിയായിരുന്നു. ഇപ്പോൾ എല്ലാം ചേർത്ത് നോക്കുന്നു. നോമിനാറ്റീവ്, അക്യുസാറ്റീവ്, അതുപോലെ തന്നെ ഡാറ്റീവ്. A1-ലുള്ള 3 കേസിൻ്റെ പേഴ്സണൽ പ്രൊനോണും, അതായത് ഇംഗ്ലീഷിൽ പേഴ്സണൽ പ്രൊനൗൺസ് എന്ന് പറയത്തില്ലേ, ആ 3 കേസിലും നോക്കാൻ പോകുന്നു. സോ നോമിനാറ്റീവിൽ ഇഷ് എന്ന് വെച്ചാൽ ഐ, ഡു എന്ന് വെച്ചാൽ യു ഇൻഫോർമൽ ആണ്, സി എന്ന് വെച്ചാൽ യു ഫോർമൽ, എർ ഇസ് ഹി, എസ് ഇസ് ഇറ്റ്, സി ഇസ് ഷീ, വിയർ ഇസ് വി, ഇഹർ ഇസ് യു ഇൻഫോർമൽ ബട്ട് ഇൻ എ പ്ലൂറൽ വേ, ആൻഡ് സി ഇസ് ദേ. ഇതൊക്കെ നോമിനാറ്റീവിൻ്റെ പേഴ്സണൽ പ്രൊനോമൻ ആണ്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് അക്യുസാറ്റീവ് കേസിലെ പേഴ്സണൽ പ്രൊനോമൻ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അക്യുസാറ്റീവ് ആണ്. അക്യുസാറ്റീവിൻ്റെ പേഴ്സണൽ പ്രൊനോമൻ സ്റ്റാർട്ടിങ് വിത്ത് മിഷ്. മിഷ് എന്ന് വെച്ചാൽ മീ, ദിഷ് ഇസ് യു ഇൻഫോർമൽ, സി ഇസ് യു ഫോർമൽ, ഈൻ ഇസ് ഹിം ഓർ ഇറ്റ്. ഈൻ എന്ന് പറഞ്ഞാൽ ഹിമ്മാവും ഇറ്റാവും ഇരിക്കും. എസ് ഇസ് ഇറ്റ്, സി ഇസ് ഹെർ ഓർ ഇറ്റ്, ഉൻസ് ഇസ് അസ്, ഓയിഷ് ഇസ് യു ഇൻഫോർമൽ, ആൻഡ് സി ഇസ് ദം. അവരെന്ന് പറയത്തില്ലേ, സി ഇസ് ദം. ആൻഡ് അവസാനമായിട്ട് ഡാറ്റീവ് കേസിൻ്റെ പേഴ്സണൽ പ്രൊനോമൻ ആണ്. മിയർ ഇസ് മീ, ദിയർ ഇസ് യു ഇൻഫോർമൽ, ഈനൻ ഇസ് യു ഫോർമൽ, ഈം ഇസ് ഹിം ഓർ ഇറ്റ്, ഈം ഇസ് ഇറ്റ്, ഇഹർ ഇസ് ഹെർ ഓർ ഇറ്റ്, ഉൻസ് ഇസ് അസ്, ഓയിഷ് ഇസ് യു ഇൻഫോർമൽ, അതുപോലെ തന്നെ ഈനൻ ഇസ് ഓൾസോ ദം. സോ ഈ പറയുന്ന അക്യുസാറ്റീവിൻ്റെ പേഴ്സണൽ പ്രൊനോമൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഓബ്ജക്റ്റിലായിരിക്കും. അതുപോലെ തന്നെ ഡാറ്റീവിൻ്റെ പേഴ്സണൽ പ്രൊനോമൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഇൻഡയറക്റ്റ് ഓബ്ജക്ട് സെൻറ്റൻസിലായിരിക്കും. സോ ഈ പറയുന്ന അക്യുസാറ്റീവ് കേസും ഡാറ്റീവ് കേസിൻ്റെ പ്രൊനോമനും വെച്ച് ഒരു സെൻറ്റൻസിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് എക്സാമ്പിളോട് നോക്കാം.